ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ബുക്ക് ഓഫ് ലോഡിലൂടെ ചിന്തിക്കാനായിട്ട് പോകുന്നത് ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ വാട്സപ്പിൽ, അദ്ദേഹം തൃത്തക്കാരനാണ്, അദ്ദേഹത്തിന്റെ പേര് കുരുവിള എന്നാണ്, ഞാലിയാക്കുഴിയിലുള്ള സഹോദരനാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും തൃത്വത്തിനകത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു വിയർപ്പ് മുട്ടൽ ഉണ്ടാകാം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം കാലാകാലങ്ങളായി എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പൊ അതിനുള്ള ഉത്തരം, കാരണം അദ്ദേഹം ഏക ദൈവത്തിൽ, അങ്ങനെ തൃത്വത്തിൽ ഒത്തിരി പേര് ഇദ്ദേഹത്തെ പോലെ കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഏക ദൈവത്തെ തിരിച്ചറിഞ്ഞാൽ ഞങ്ങൾ ഇതിലേക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ ഇതിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞ റെക്കോർഡ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ആ റെക്കോർഡ് കേട്ടിട്ട് നമുക്ക് മടങ്ങി വരാം. എന്റെ ഗീവറീസ്, ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി തരാമോ? ഇത് വെറുതെ വേറെ കാര്യം പഠിക്കാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മറിയാമിന്റെ ഉദരത്തിൽ 9 മാസം ഈ പറയുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ നിങ്ങൾ പറയുന്ന ഏക ദൈവം പൂർണ്ണമായും ഈ മറിയാമിന്റെ വയറ്റിലായിരുന്നോ അല്ലയോ? അതിന് നിങ്ങൾ മറുപടി തരുന്നില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ പറയുന്നു നിങ്ങൾ പിതാവും ആയ ഒരു അവസ്ഥ, പുത്രനായ ഒരു അവസ്ഥ, പരിശുദ്ധാത്മാവായ വേറൊരു അവസ്ഥ എന്ന് പറഞ്ഞേച്ചേ നിങ്ങൾ ഇതിന് മറുപടി തരുന്നില്ലല്ലോ. നിങ്ങൾ ബാക്കി എന്ത് പറഞ്ഞാലും നിങ്ങൾ ആ സമയത്ത് ഈ പറയുന്ന പിതാവും പരിശുദ്ധാത്മാവും മറിയാമിന്റെ ഉദരത്തിൽ ആയിരുന്നോ നിങ്ങളുടെ ചിന്തയില്? അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ, നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ ദൈവിക കാര്യങ്ങൾ മനുഷ്യൻ പൂർണ്ണമായും നിങ്ങൾക്ക് വിവേചിച്ച് പഠിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്കെന്നല്ല ഒരുത്തർക്കും സാധ്യമല്ല. കാരണം മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഒരു ഉറുമ്പ്, ഒരു മനുഷ്യൻ, നമ്മുടെ വീട്ടിനകത്ത് കൂടെ കൂട്ടം കൂടി നടക്കുന്ന ഉറുമ്പുണ്ട്, അതിന് രാജാവും അതിന് റാണിയും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു, തേനീച്ചയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇവർക്ക് മനുഷ്യനെ മുഴുവനായി മനസ്സിലാക്കാൻ പറ്റൂ. അതുപോലെയാണ് നമുക്ക് ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാൽ നമുക്ക് വേണ്ടത് ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് പുത്രനായിരിക്കുന്ന അവസ്ഥയിൽ ഇവിടെ വരുന്ന സമയത്തും യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. യേശുക്രിസ്തു ആ സമയത്ത് പരിശുദ്ധാത്മാവ്. അപ്പോ റെക്കോർഡ് എല്ലാവരും കേട്ട് കാണുമല്ലോ. ഈ റെക്കോർഡിൽ പറയുന്ന കാര്യം എന്താണ്? അദ്ദേഹം പറയുന്നു, ഞങ്ങൾ പറയുന്നുണ്ട്, കാരണം 3 അവസ്ഥകളാണെന്നും. അവസ്ഥയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള മറുപടി തന്നതാണ്. ഇന്ന് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം കാലാകാലങ്ങളായി ചോദിക്കുന്നു, 3 പേരാണോ മറിയത്തിന്റെ ഉദരത്തിൽ കിടന്നത്? കാരണം 3 പേരെന്നൊരു കാര്യം ദൈവവചനത്തിൽ എങ്ങും കാണാനില്ല. അങ്ങനെ ഒരു കാര്യം ദൈവവചനത്തിൽ ഒരിടത്തും പറയുന്നില്ല. അപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നത് വചനവിരുദ്ധമല്ലേ അദ്ദേഹം പറയുന്നത്? അപ്പൊ തൃത്വത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് 3 പേരുണ്ട് എന്നുള്ളതാണ് സത്യമെന്ന് പറയുന്നത്. കാരണം ദൈവവചനം പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ദൈവവചനത്തിൽ പറയുന്ന ദൈവം ഏകനാണ്. മോശ പഠിപ്പിച്ച ദൈവം ഏകനാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടും അദ്ദേഹത്തിന് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. കാരണം യേശുക്രിസ്തു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പല ഭാഗങ്ങളിലും പറയുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം തൃത്വത്തിനകത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. തൃത്വത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരുവാനായിട്ട് ഇദ്ദേഹത്തിന് കഴിയുന്നില്ല. രണ്ടിനെയും ഇടയിൽ അദ്ദേഹം ഇങ്ങനെ ഞെരുങ്ങി നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്നും അത് വളരെ വ്യക്തമായ കാര്യമാണ്. അദ്ദേഹം പറയാണ്, ഞാൻ ഞഞ്ഞാവിഞ്ഞ പറഞ്ഞു. എന്താണ് ഞഞ്ഞാവിഞ്ഞ പറഞ്ഞത്? അവിടെ ഒന്നും ഒരു ഞഞ്ഞാവിഞ്ഞയും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ദൈവവചന വിരുദ്ധമായ ഒരു കാര്യങ്ങളും പ്രസ്താവിച്ചിട്ടില്ല. ദൈവവചനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. അദ്ദേഹം പറയുന്നു, അങ്ങനെയല്ല എന്ന് അദ്ദേഹം എന്നെ പഠിപ്പിക്കുകയാണ്. അപ്പം ഏകനായ ദൈവം, ഏകനായി നിന്ന് മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം 3 പേരായിട്ട് വന്ന് മറിയത്തിന്റെ ഉദരത്തിൽ കിടന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്, അല്ലെ? അപ്പം നമ്മൾ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 139 അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എന്റെ കിടക്ക വലിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലങ്കൈ എന്നെ പിടിക്കും. അപ്പോൾ ദാവീദ് സങ്കീർത്തനത്തിൽ ദൈവത്തെക്കുറിച്ച് വർണ്ണിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ്. എന്താണ് ആ വാക്യം ഉടനീളം നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ കുരുവിള സാറ് പറഞ്ഞതിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം അവിടെ തന്നെ ഉണ്ട്, അല്ലെ? നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? അപ്പം ദാവീദ് പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവിനെ ഒളിച്ച് ഒരിടത്തും മനുഷ്യൻ പോകുവാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്, അല്ലെ? അവിടെയെല്ലാം എന്ത് ചെയ്യും? അവിടെയെല്ലാം തിരുസന്നിധിയിൽ വിട്ട്
അതായത് എവിടേക്ക് പോകും, തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? അപ്പൊ എവിടെ ഓടിയാലും ദൈവത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം എവിടെയുണ്ട്, എവിടെയും ഉണ്ട് എന്നാണ് ദാവീദ് നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെ? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഓടാൻ ഒരു സ്ഥലവുമില്ല, ദൈവത്തിന്റെ കണ്ണ് അവിടെ എത്തും എന്നുള്ളതാണ് ദാവീദിന് പറയുവാനുള്ളത്. ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എന്റെ കിടക വലിച്ചാൽ നീ അവിടെയുണ്ട്. അല്ലെ? ദാവീദ് ഒരിക്കലും 3 ദൈവങ്ങളുണ്ടെന്നോ 3 വ്യക്തികളുണ്ടെന്നോ പഠിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി അല്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം, തൃത്തക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടാമനാണ് വന്നിരിക്കുന്നത്, അല്ലെ? രണ്ടാമൻ എന്ന് പറയുമ്പോൾ തന്നെ രണ്ടാമത്തെ ദൈവം എന്ന അർത്ഥത്തിലാണ്. യേശുക്രിസ്തുവിനെ എന്റെ കർത്താവും ദൈവമായി ഉള്ളവേ എന്നാണ് തോമസ് അപ്പോസ്തലൻ വിളിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇദ്ദേഹം പറയുന്നു, പുത്രനായിട്ട് വന്നത് രണ്ടാമത്തെ വ്യക്തി അല്ലെങ്കിൽ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന 3 പേരുണ്ട്, 3 വ്യക്തികളുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹം പഠിപ്പിക്കുന്നത്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എന്റെ കിടക വിരിച്ചാൽ നീ അവിടെയുണ്ട്. അപ്പൊ അത്രയും വലിയ ഒരു ദൈവത്തെയാണ് നമ്മൾ സ്തുതിക്കുന്നത്, നമ്മൾ ആരാധിക്കുന്നത്. അപ്പൊ തൃത്തക്കാരുടെ കെട്ടുകളിൽ കിടക്കുന്ന ആളുകൾക്ക് 1, 2, 3 ദൈവങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കൊണ്ട് അവർ പറയുകയാണ് ഇത് വന്നിരിക്കുന്നത് രണ്ടാമത്തെ ആളാണ്. അപ്പോ നമ്മളിവിടെ പഠിപ്പിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണ്? പിതാവായ ദൈവത്തിന് ഒരിക്കലും ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ കഴിയുകയില്ല എന്നാണ് ഇവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്, ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു വലിയ സത്യം എന്ന് പറയുന്നത്, അല്ലേ? ഇവരങ്ങനെ തന്നെയാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഈ ചിന്താഗതിയാണ് മാറ്റേണ്ടത്. പിതാവായ ദൈവത്തിന് ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ കഴിയുകയില്ല, പുത്രനായിട്ടാണ് ഇറങ്ങി വരുന്നത്, അല്ലെ? പുത്രനാണ് ഇറങ്ങി വരുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ വ്യക്തിയാണ് ഇറങ്ങി വരുന്നത് എന്നാണ് ഇവർ ചിന്തിച്ചു വെച്ചിരിക്കുന്ന മറ്റൊരു ചിന്ത എന്ന് പറയുന്ന ഇവരുടെ. അപ്പൊ എന്താണ്? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. അതെങ്ങനെയാണ് ദാവീദ് നടക്കുക? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എന്റെ കിടക വിരിച്ചാൽ നീ അവിടെയുണ്ട്, ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലങ്കൈ എന്നെ പിടിക്കും. അപ്പം അതെങ്ങനെ സാധിക്കുന്നു? അങ്ങനെ സാധിക്കുന്ന ഒരു ദൈവത്തിന് കന്യയുടെ ഉദരത്തിൽ വന്ന് കിടക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഒരു മനുഷ്യനായിട്ട് കേവലം വന്ന് കിടക്കാനായിട്ട് സാധിക്കത്തില്ലേ? അപ്പൊ കുരുവിള സാർ അത് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം. കുരുവിള സാറിനെ സംബന്ധിച്ചിടത്തോളം ആരോ തൃത്വമാണ്, തൃത്വത്തിന്റെ കെട്ടിൽ അദ്ദേഹം കിടക്കുകയാണ്, രണ്ടാമൻ വന്നു വിടുവിച്ചു എന്നുള്ള ചിന്താഗതി, അല്ലെ, അദ്ദേഹത്തിന് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇനി ജെറമ്യായുടെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ജെറമ്യാവിന്റെ പുസ്തകം 23-ാം അധ്യായം 23 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമാകുന്നുവോ, ദൂരസ്ഥനായ ദൈവമല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്ത് ഒളിപ്പാൻ കഴിയുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. വളരെ ചിന്തിക്കേണ്ട ഒരു വാസ്തവമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ദൈവത്തെക്കുറിച്ച് വർണ്ണിക്കാൻ ഒക്കത്തില്ല, ദൈവത്തെക്കുറിച്ച് വർണ്ണിച്ചു വെച്ചിരിക്കുന്ന പ്രവാചകന്മാർ പോലും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അത് അദ്ദേഹം കണ്ടില്ല, അദ്ദേഹത്തിന്റെ മിസ്റ്റേക്കാണ്. ദൈവത്തെക്കുറിച്ച് വർണ്ണിക്കാൻ കഴിയുകയല്ല, ദൈവം അതിലും വലുതാണ്. ദൈവത്തെക്കുറിച്ച് പ്രവാചകന്മാർ വർണ്ണിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. കാരണം അവിടെ യിരെമ്യാവിന്റെ പുസ്തകത്തിൽ ദൈവത്തെക്കുറിച്ച് വർണ്ണിച്ചു വെച്ചിരിക്കുകയാണ്. അതുപോലും വിശ്വസിക്കാനായിട്ട് ഈ കുരുവിള സാറിനെ പോലെയുള്ള തൃത്വക്കാർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്, അല്ലെ? ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമോ ആകുന്നുവോ, ദൂരസ്ഥനായ ദൈവമല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പൊ ദൈവത്തെക്കുറിച്ച് അവിടെ പ്രവാചകന്മാർ വർണ്ണിച്ചു വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ദൈവവും പറഞ്ഞിട്ടുണ്ട്, തന്നെ കുറിച്ച് തന്നെ ദൈവം പറഞ്ഞിരിക്കുകയാണ്. അവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാം, അല്ലെ? അത് യിരെമ്യാവ് എഴുതിയ പുസ്തകമാണെങ്കിലും അത് അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ദൈവം ദൈവത്തെക്കുറിച്ച് തന്നെ അവിടെ പറയുന്നു, ഞാൻ സമീപസ്ഥനായ ദൈവം ആകുന്നുവോ, ദൂരസ്ഥനായ ദൈവം അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറഞ്ഞൊളിപ്പാൻ കഴിയുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ആകാശവും ഭൂമി നിറഞ്ഞിരിക്കുന്നവനല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രം, അല്ലെ? അപ്പൊ വളരെ ചിന്തിക്കേണ്ട ഒരു വാസ്തവമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന
യഹോവയായ ദൈവമാണ്. യഹോവയായ ദൈവം ആത്മാവാന്ന് വളരെ വ്യക്തമായിട്ട് അതിന്റെ മുകളിലത്തെ ഭാഗത്ത് നമ്മൾ വായിച്ചു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും, അല്ലെ? ഇവരെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ ആളാണ് ഈ പരിശുദ്ധാത്മാവ് എന്നാണ്. ദൈവത്തിന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ദൈവം പരിശുദ്ധനാണ്, അതുകൊണ്ടാണ് അവന് പരിശുദ്ധാത്മാവ് എന്ന് വിളിക്കുന്നത്, അല്ലേ? അതാണ് അവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത്. ഈ തൃത്വക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടും മൂന്നും പേരാണ് അവർക്ക്, അല്ലെ? രണ്ടും മൂന്നും പേർ അവർക്ക് ദൈവത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് അവര്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ കാണാതെ കൊണ്ട് ആർക്കെങ്കിലും മറയെ തൊളിപ്പാൻ കഴിയുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ആകാശം ഭൂമി നിറഞ്ഞിരിക്കുന്നവനല്ലയോ? അപ്പൊ ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ദൈവവചനത്തിൽ തന്നെ പോകണം, അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലല്ല. ദൈവം ദൈവത്തെക്കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വസിക്കാനായിട്ട് കുരുവിള സാർ എന്ന വ്യക്തിക്ക് കഴിയുന്നില്ല. അതാണ് പ്രധാനമായ പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയുക, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഞാൻ എന്തോ കണ്ടുപിടിച്ചതാണ് ദൈവത്തെക്കുറിച്ച്. ദൈവവചനത്തിൽ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന എത്രയോ സാക്ഷ്യങ്ങൾ അവിടെ കാണുന്നു. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം കുരുവിള സാറേ. കുരുവിള സാർ അത് വായിച്ചു നോക്കിയാൽ മാത്രമേ കുരുവിള സാറിന് അത് മനസ്സിലാകത്തുള്ളൂ. കുരുവിള സാർ ഉൾപ്പെടെ, കുരുവിള സാറിനെ മാത്രമല്ല ഞാൻ പറയുന്നത്, തൃത്വക്കാരെ ഉദ്ദേശിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലയോ എന്ന്. ആരുടെ അരുളപ്പാടാണ്? യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാടാണ്. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവം ദൈവത്തെക്കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അത് അംഗീകരിക്കാൻ പറ്റാതെ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അത് ആദ്യം വിശ്വസിക്കുക. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് വിശ്വസിക്കുവാൻ ആദ്യം പഠിക്കണം. ഇനി സദൃശ്യവാക്യങ്ങൾ 15:3 പറയുന്നു, യഹോവയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. അതെങ്ങനെ സാധിക്കുമല്ലേ? കാരണം അതെങ്ങനെ സാധിക്കും? ദൈവത്തിന് മാത്രമേ അത് കഴിയത്തുള്ളൂ. ഞാനത് ആ വാക്യം വായിച്ചപ്പോൾ തന്നെ എനിക്ക് തന്നെ ചിന്തിക്കുന്നതിനപ്പുറമാണ്. കാരണം ദൈവം എല്ലാവരെയും നോക്കുന്നുണ്ടെന്ന് പറയുന്നത്. യഹോവയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട്. യഹോവയുടെ കണ്ണ് എല്ലായിടത്തും ഉണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയ സിദ്ധാന്തമല്ല കുരുവിള സാറ്, അല്ലെങ്കിൽ കേൾക്കുന്ന തൃത്തക്കാരെ, ഞാൻ ഉണ്ടാക്കിയ സിദ്ധാന്തമല്ല. ഇത് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അതുപോലും മനസ്സിലാക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല. യഹോവയുടെ കണ്ണ് എല്ലായിടവും ഉണ്ടെന്നാണ് പറയുന്നത്, അല്ലെ? ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. അല്ലേ? നമ്മൾ ആകാത്തവരെയും ഉണ്ട്, നല്ലവരെയും അവർ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞതല്ല, ദൈവവചനം പറഞ്ഞ കാര്യങ്ങളാണ്. ഞാനിവിടെ ബബ്ബായും വെച്ചില്ല. അവിടെ ചിന്തിക്കണം, അദ്ദേഹം പറഞ്ഞു ഞാൻ ബബ്ബാ വെച്ചു. ഇത് ദൈവവചനം പറയുന്ന കാര്യങ്ങളാണ്. അത് വിശ്വസിക്കാനായിട്ട് കുരുവിള സാറിന് കഴിയാത്തത്, അല്ലെങ്കിൽ തൃത്വക്കാർക്ക് കഴിയാത്തത് എന്റെ പ്രശ്നമല്ല. വളരെ ചിന്തിക്കേണ്ട ഒരു വാസ്തവമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യഹോവയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആകാത്തവരെയും നല്ലവരെയും, അപ്പൊ ഭൂമിയിലുള്ള എല്ലാ ചരാചരങ്ങളെയും ദൈവം വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ദൈവത്തിന്റെ പ്രത്യേകത. അപ്പൊ അതൊരു രീതി തീക്ഷ്ണതയേറിയ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നതല്ലേ അതിന്റെ അർത്ഥം. അപ്പം ഇനി എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, എല്ലാവരിൽ കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ, അല്ലെ? അതിന്റെ കോട്ടിംഗ് വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒക്കെ പറയുന്ന ഭാഗം എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ മൂവരാണെന്ന് അവിടെ പറയുന്നില്ല, അല്ലെ? ഞാൻ ആ വാക്യം നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ വായിക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4:6 നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അവിടെ തന്നെ കുരുവിള സാർ പറഞ്ഞത് പൊളിഞ്ഞു, 3 പേരില്ല, 3 പേര് വന്നു കിടന്നു എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പൊ ഏക ദൈവം ആത്മാവായ ദൈവമാണ് നമുക്കുള്ളത്. അത് ദാവീദ് തന്നെ ആദ്യം തന്നെ പറഞ്ഞു, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? ആ ആത്മാവ് 3-ാമത്തെ ആളാണെന്ന് പറയുന്നില്ല. യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞ എന്താണ്? ദൈവം ആത്മാവാകുന്നു, അതുകൊണ്ട് അവന് ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കണം. അവൻ ആത്മാവായതുകൊണ്ടാണ് മനുഷ്യരാരും അവനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നതിന്റെ പ്രധാനമായ സത്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്. ഇനി അവിടെ പറയുന്നതില് 4:6 നമ്മൾ വായിക്കുമ്പോൾ 4-ാമത്തെ 6 വായിക്കുന്നത് ഇങ്ങനെയാണ്, എല്ലാവരും കൂടി വ്യാപരിക്കുന്നവൻ. വളരെ ശ്രദ്ധിക്കണം, എല്ലാവരും കൂടി വ്യാപരിക്കുന്നവൻ. അത് വ്യാപരിക്കുന്നവർ തൃത്വകാര ഭാഷയിൽ പറഞ്ഞ യേശുക്രിസ്തുവാണ്. ഇനി എല്ലാവരിലും ഇരിക്കുന്ന പരിശുദ്ധാത്മാവാണ്, അല്ലെ? അപ്പം ഇനി അടുത്ത പറഞ്ഞിരിക്കുകയാണ്, എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ എന്നാണ് പറഞ്ഞത്. മൂവർ എന്ന് പറഞ്ഞിട്ടില്ല.
അപ്പൊ ആദ്യം തന്നെ ഗുരുവിള സാറ് പറഞ്ഞത് അവിടെ തെറ്റി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഗുരുവിള സാറ് പറഞ്ഞത് അവിടെ തെറ്റി. കാരണം എന്ന് വെച്ചാൽ പിതാവും, നിങ്ങളുടെ അഭിപ്രായത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവോടാണ് വന്നതെന്ന്. അതെങ്ങനെയാണ് ശരിയാവുന്നത്? ദൈവം ഒരുവനാണെന്ന് ദൈവവചനം തന്നെ പറയുന്നു. പിന്നെ എങ്ങനെയാണ് മൂവര് വന്ന് കിടക്കുന്നത്? അത് തന്നെ അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്. അങ്ങനെ പറയുവാൻ യാതൊരു നിർവാഹവുമില്ല. ദൈവം ദൈവത്തെക്കുറിച്ചും ദൈവം തന്റെ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതും ദൈവം തന്റെ അപ്പോസ്തലന്മാർ മുഖാന്തരം അറിയിച്ചതും ഒരുവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അറിയിച്ചതും അവരെ കൊണ്ട് എഴുതിച്ചതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരുവനേ ഉള്ളൂ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 പേരാണ് പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ തൃത്വവീക്ഷണമാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ രണ്ടാമത്തെ ആളാണ് ഇത് ചെയ്തത്. അവസ്ഥ എന്ന് പറഞ്ഞതിന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, അല്ലെ? ഏകദൈവം എങ്ങനെയാണ് ഈ അവസ്ഥയാണോ അത്? ഞാൻ വന്ന് നിങ്ങളെ വിടുവിക്കും. യെശയ്യാവിന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ വന്ന് നിങ്ങളെ വിടുവിക്കും എന്ന് പറയുന്നുണ്ട്. യഹോവയായ ദൈവം തന്നെയാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ വന്ന് രക്ഷിക്കും എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കണം, എന്താണ്? ദൈവം എന്താണ്? മനുഷ്യനായിട്ട് വെളിപ്പെടുകയായിരുന്നു. ദൈവം ഒരിക്കലും എന്താണ്? മനുഷ്യനല്ല, മനുഷ്യപുത്രനുമല്ല എന്ന് സംഖ്യാപുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്, അല്ലെ? അതിന് കാരണമുണ്ട്. എബ്രായർ പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ആയി, അല്ലെ? ഫിലിപ്പിയർ ലേഖനത്തിൽ പറയുന്ന വേഷത്തിൽ മനുഷ്യനായി, അല്ലെ? എന്താണ് ഈ വേഷത്തിൽ മനുഷ്യനാകുക? കാരണം ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവം മനുഷ്യനായി വെളിപ്പെട്ടു, അല്ലെങ്കിൽ വേഷത്തിൽ അവൻ മനുഷ്യനായി എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ച്, അല്ലെ? അവൻ അതായത് ദൈവത്തിന്റെ ദൃശ്യരൂപം എന്ന് കൊലോസ്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ ഏക ദൈവത്തിന്റെ ദൃശ്യരൂപമാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. മനുഷ്യൻ, ആ മനുഷ്യത്വം എന്തിനെയാണ് കാണിക്കുന്നത്? ദൈവം മനുഷ്യനായിട്ട് വെളിപ്പെടുകയായിരുന്നു, അല്ലെ? മറിയയുടെ ഉദരത്തിൽ, അല്ലെ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും. ആ ജനിക്കുന്ന വിശുദ്ധ പ്രജയ്ക്ക് എന്താണ്? ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്ന് പേരുള്ള അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നുള്ള പേരിടണം, അല്ലെ? ദൈവം നമ്മോട് കൂടെയുള്ള, അല്ലെങ്കിൽ ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്ന ഇമ്മാനുവേൽ എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ രണ്ടാമത്തെ ദൈവമാണ് ഇവിടെ വന്നത്, രണ്ടാമത്തെ ദൈവം അല്ല വന്നത്. അപ്പൊ തൃത്വക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഈ രണ്ടാമത്തെ ദൈവം വന്നു, അല്ലെ? അപ്പൊ അദ്ദേഹം പറയുന്നു 3 ദൈവങ്ങൾ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 3 ദൈവങ്ങളുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ തന്നെ പറയുന്നത്, എന്താണ്? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പിതാവും പുത്രനും പരിശുദ്ധാത്മാവോടല്ലേ മറിയയുടെ ഉദരത്തിൽ കിടന്നു. വളരെ തെറ്റായ ഒരു കാര്യമാണ്, അല്ലെ? നമ്മൾ യെശയ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം, അതായത് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വരുന്നതിന് മുമ്പ് യെശയ്യാവ് 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ചിന്തിക്കണം, യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനായ ദൈവമാണ്, നിത്യപിതാവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൺസെപ്റ്റിൽ വീരനായ ദൈവങ്ങൾ 2 പേരുണ്ട്, അല്ലെ? 3 പേര് വന്നു കിടന്നെന്ന് അദ്ദേഹം പറയുന്നത്, അല്ലെ? അപ്പൊ ഏകനായി നിന്ന് മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ, അത് ആദ്യത്തിന്റെ നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചു, പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ നീ അവിടെ ഉണ്ട്, ഞാൻ ഉഷസിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് പോയി പാർത്താൽ അവിടെയും നിന്റെ കൈ എത്തും, നിന്റെ വലങ്കൈ എന്നെ പിടിക്കും എന്ന് പറയുന്നത്. അപ്പൊ ഏക ദൈവത്തിന്റെ വലങ്കൈയാണ് ദാവീദിനെ പിടിക്കുന്നത്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ രണ്ടാമത്തെ ആൾ വന്ന് പിടിക്കുന്നു, അല്ലെങ്കിൽ 3-ാമത്തെ ആളാണ് അവിടെ വന്ന് പിടിക്കുന്നതെന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ പറഞ്ഞിട്ടില്ലാത്തിടത്തോളം കാലം 3 പേര് മറിയയുടെ ഉദരത്തിൽ കിടക്കുവാൻ സാധ്യതയില്ല. ഏക ദൈവത്തിന്റെ മനുഷ്യപ്രതിഷ്ഠതയാണ് യേശുക്രിസ്തു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇനിയും വായിക്കാം. നമ്മള് ലൂക്കോസിന്റെ സുവിശേഷം 1:41 പറയുന്നു, മറിയയുടെ വന്ദനം എലിശബെത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ
തുള്ളി. എലിശബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ഉദരത്തിൽ വന്നു, അല്ലെ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ ഒരു വിശുദ്ധ പ്രജ ജനിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് യേശു ക്രിസ്തുവിന്റെ നാമക്കാര സിദ്ധാന്തമല്ല, ഇത് ദൈവവചനം പഠിപ്പിക്കുന്നതാണ്. കുരുവിള സാർ കേൾക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. തൃത്തക്കാർ കുരുവിള സാറിനെ ആരാണോ ഇതിനു വേണ്ടി തയ്യാറെടുത്ത് നിർത്തിയത് അവരും ഇത് കേൾക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി റെവല്യൂഷനിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെ നടുവിൽ മൂപ്പന്മാരുടെ മധ്യത്തിൽ ഒരു കുഞ്ഞാട് അറക്കപ്പെട്ട പോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പ്, സർവ്വഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ടെന്ന് അവിടെ പറയുന്നു. അപ്പൊ ഏക ദൈവത്തെ കുറിച്ചാണ് ഇവിടെ എല്ലാം വർണ്ണിക്കുന്നത്. മൂന്നാമത്തെ ഒരാളെ കുറിച്ച് പറയുന്നതേ ഇല്ല. ഇനി യെശയ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു: എന്നാൽ യെശയ്യായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെ വിവേകത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ യഹോവ ഭക്തിയുടെ ആത്മാവ് തന്നെ. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം, യെശയ്യാ എന്ന് പറയുമ്പോൾ ആരാണ്? ദാവീദിന്റെ പിതാവിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കുറ്റിയിൽ നിന്ന് ഒരു മുള പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നൊരു കൊമ്പ് ഫലം കായ്ക്കും, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അല്ലെ? അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോ കുരുവിള സാർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഒരു മനുഷ്യനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ആ മനുഷ്യൻ ആരാണ്? ശ്രദ്ധിക്കണം, യഹോവയുടെ ആത്മാവ് അവനിൽ വസിക്കും എന്ന് പറഞ്ഞാൽ ഏക ദൈവത്തിന്റെ ആത്മാവ് അവനിൽ വസിക്കും ഒരു മനുഷ്യന്. അപ്പം സാധാരണ നമ്മൾ പറയുമ്പോൾ ഇതിൽ ഒരു മനുഷ്യനാണ് അങ്ങനെ വിശ്വസിക്കുന്ന റസൽ മതക്കാരുണ്ട്. റസൽ മതക്കാർ വിശ്വസിക്കുന്ന യേശു ഒരു മനുഷ്യനാണ്, കാരണം ആത്മാവ് വന്ന ഒരു മനുഷ്യനാണ്, അല്ലേ? അപ്പോൾ അത് മറിയയെ സംബന്ധിച്ചിടത്തോളം ബയോളജിക്കലായിട്ടുണ്ടായ മകനാണെന്നുള്ള രീതിയിൽ അത് വരും. പക്ഷെ അങ്ങനെയാണോ അവിടെ പറഞ്ഞേക്കുന്നത്? അപ്പൊ കേവലം യേശുക്രിസ്തു എന്താണ്? വെറും മനുഷ്യൻ മാത്രം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് അത് ഒതുങ്ങിപ്പോകും എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനെയല്ല എന്ന് തോമസ് അപ്പോസ്തലൻ വിളിക്കുകയാണ് എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ. മനസ്സിലായില്ലേ? അപ്പോൾ തന്നെ മനസ്സിലാക്കണം, യേശുക്രിസ്തു പീലിപ്പോസിനെ നോക്കിയിട്ട് പറഞ്ഞത് എന്താണ്? ഞാൻ ഇത്രയും നാൾ നിന്റെ കൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലല്ലോ, പിതാവിനെ ഒന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞാണ്. അപ്പൊ ദൈവം ഒരു ശരീരത്തിൽ വന്ന്, ഒരു മനുഷ്യ ശരീരത്തിൽ വന്ന് വസിക്കുകയായിരുന്നു, അല്ലേ? അത് ദൈവം തന്നെയായിരുന്നു, ദൈവത്തിന്റെ മനുഷ്യരൂപമായിരുന്നു അത്. ആ മനുഷ്യരൂപമാണ് യേശു ക്രിസ്തു. വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്, അല്ലേ? ഇപ്പൊ ഗുരുവിള സാറ് പറഞ്ഞത് വളരെ തെറ്റായ ഒരു പഠനമല്ലേ അദ്ദേഹം പറഞ്ഞ 3 പേര് വന്ന് കിടന്നു, അല്ലെങ്കിൽ 3 പേര് മറിയത്തിന്റെ ഉദരത്തിൽ വന്ന് കിടന്നു. വളരെ തെറ്റായ ഒരു പഠിപ്പീരാണ് അദ്ദേഹം അവിടെ ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ. അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല, അങ്ങനെ വിശ്വസിക്കാനേ പാടില്ല. കേവലം യേശുക്രിസ്തു മനുഷ്യനാണെന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല. കാരണം ഏക ദൈവത്തിന്റെ ദൃശ്യരൂപം എന്ന് മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. തിമോത്തി എഴുതിയ ലേഖനത്തിൽ പറയുന്നു, 3:16 പറയുന്നു, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, അല്ലെ? ആര്? ഏക ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു, മനുഷ്യനായി വെളിപ്പെട്ടു. അതുകൊണ്ടാണ് പറഞ്ഞത് പിതാവ് എന്നിലിരുന്ന് തന്റെ പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, അല്ലെ? അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 12:45 പറയുന്നുണ്ട്, അല്ലെ? പല ആളുകളും പറയുന്നു പിതാവ് അയച്ചിട്ട് പുത്രൻ വന്നു. പക്ഷെ അതിനുള്ള ഉത്തരം യോഹന്നാൻ 12:45 കൊടുത്തു. എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു എന്ന് അവിടെ പറയുന്നു. അപ്പോൾ ഇതെല്ലാം ഒരാൾ തന്നെ എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ തന്നെ ദൈവവചനത്തിൽ തന്നെയുണ്ട്. വർഗീസ് കൊണ്ടുവന്നതല്ല ഗുരുവിള സാറെ ഈ സിദ്ധാന്തമൊന്നും. ഇതൊക്കെ ദൈവവചനം പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഇതൊക്കെ വായിച്ച്, കാരണം തൃത്വത്തിന്റെ ഈ കെട്ടിൽ നിങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്, അല്ലെ? യോഹന്നാന്റെ സുവിശേഷം 1:18 പറയുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നവിടെ പറയുന്നു, അല്ലെ? അതിന് നമ്മൾ വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ് വായിക്കേണ്ടത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ
അവിടെ എഴുതിയിരിക്കുകയാണ്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതില്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്ന് പറയുമ്പോൾ പല ആളുകളും ചിന്തിക്കുന്ന രണ്ടാമത്തെ ഒരു ദൈവത്തെ കുറിച്ച് പറയുന്നില്ല. എഫേസിൽ നമ്മൾ വായിച്ചത് എന്താണ്? ഒരുവനേ ഉള്ളൂ, ഇത് രണ്ടാമത്തെ ആളുമല്ല. ചിന്തിക്കണം, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളും അതിനെ പിടിച്ചടക്കിയില്ല, ദൈവം അയച്ചിട്ട് മനുഷ്യൻ വന്നു, അവൻ യോഹന്നാൻ എന്ന് അവിടെ പറയുന്നു അല്ലെ. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വചനം ജഡമായി തീർന്നു അല്ലെ. വചനം എന്താണ്? ജഡമായി തീർന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അല്ലെ. വചനം എന്ന് പറയുമ്പോൾ ആ ശബ്ദം എന്താണ്? ദൈവം കാലാകാലങ്ങളായി, അതായത് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത ആ വചനം മനുഷ്യനായി വെളിപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ഏകദൈവം മനുഷ്യനായി വെളിപ്പെടും എന്നുള്ള കാര്യം അതാണ് അവിടെ സ്ഫുരിക്കുന്നത് എന്നുള്ളതാണ് അല്ലെ. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ തിമോത്തിക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും, അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. അപ്പൊ നമ്മൾ നിത്യപ്രത്യക്ഷത വരുന്ന, അല്ലെങ്കിൽ നമ്മൾ ആരുടെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? കുരുവിള സാറായി അല്ലെ. എനിക്ക് കുരുവിള സാറിനോട് ചോദിക്കാനുള്ള ചോദ്യം, ആരുടെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടിയല്ലേ നമ്മൾ കാത്തിരിക്കുന്നത്? വേറെ ആരുടെയും പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നുണ്ടോ? നമ്മളെ കൊണ്ടുപോകാൻ വരുന്നത് ആരാണ്? യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ദൈവമല്ലേ? ആ ദൈവമല്ലേ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനായി വരുന്നത്? അവന്റെ പ്രത്യക്ഷതയെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ ഏക ദൈവമാണെന്ന് അവിടെ പറയുന്നത്. ഏകാധിപതിയാണ്, രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്, താൻ മാത്രം അമർത്യതയുള്ളവനാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. രണ്ടാമത്തെ ആളാന്ന് അവിടെ പറയുന്നില്ല. മനുഷ്യരാരും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും തക്ക സമയത്ത് പ്രത്യക്ഷത വരുത്തും. മനുഷ്യരെങ്ങനെയാണ് കണ്ടത് അവനെ? അവൻ മനുഷ്യനായി വെളിപ്പെട്ടത് കൊണ്ടാണ് ദൈവത്തെ കണ്ടത്. അതുകൊണ്ട് പറഞ്ഞ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ വാസ്തവം മനസ്സിലാക്കാൻ ഇതുവരെയും തൃത്വക്കാരുടെ ഇതിലേക്ക് കയറുന്നില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ തൃത്വക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വലിയ പാടാന്ന് പറഞ്ഞു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം 3 പേര് ഇങ്ങനെ നിൽക്കുകയാണ് ബൈബിളിനകത്ത്. അവർ പറഞ്ഞ് മനസ്സിലാക്കാൻ ഏറ്റവും പാടുള്ള വിഷയം അതാണ്. മനസ്സിലായില്ലേ? അപ്പം അവർ ഈ പിതാക്കന്മാരെയൊക്കെ പിടിക്കും, പിതാക്കന്മാരുടെ കാര്യങ്ങളൊക്കെ പിടിക്കും. അപ്പം അങ്ങനെ പല ആളുകളും ഇന്ന് പിതാക്കന്മാര്, എൻ്റെ ഒരു ഫ്രണ്ട് ബോംബെയിലുണ്ട്, തോമാച്ചായൻ എന്ന പുള്ളിയുടെ പേര്. അപ്പൊ അദ്ദേഹം ഇങ്ങനെയാണ്, അദ്ദേഹം പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പിതാക്കന്മാരുടെ വാക്ക് അനുസരിക്കണമെന്ന് അദ്ദേഹം പറയുന്നത്. ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ് പിതാക്കന്മാരുടെ വാക്ക് അനുസരിക്കണമെന്ന്. അപ്പൊ ആ തോമാച്ചായനൊക്കെ പറയുന്നത് എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലാകുന്നില്ല. കാരണം ദൈവവചന വിരുദ്ധമല്ലേ അദ്ദേഹം പഠിപ്പിക്കുന്നത്. ഈ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് തന്നെ വരികയാണ്, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു അല്ലെ. അവിടെ പറഞ്ഞിരിക്കുന്ന പ്രതിമ എന്ന് പറയുമ്പോൾ അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യരൂപം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ രണ്ടാമത്തെ വ്യക്തിയല്ല. അപ്പോ കുരുവിള സാറിന് കാര്യങ്ങൾ പിടികിട്ടി കാണും. കുരുവിള സാറിനെ പോലെ ഇങ്ങനെ തൃത്വം മനസ്സിലാക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇതൊരു ഗുണമാകട്ടെ എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു ഇതുവരെ ഉത്തരവും തന്നില്ലെന്ന്. ഉത്തരങ്ങളൊക്കെ തരുന്നുണ്ട്, പക്ഷെ അവർക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. കാരണം ദൈവവചനത്തിൽ തന്നെ അതിനുള്ള ഉത്തരവുണ്ട്. ദൈവത്തെ കുറിച്ച് അറിയണമെങ്കിൽ 66 പുസ്തകം നിങ്ങളുടെ കയ്യിലിരിക്കുകയല്ലേ, നിങ്ങൾ തുറന്നു നോക്കണം, തുറന്നു വായിക്കണം. രണ്ടാമത്തെ വ്യക്തിയാണെന്ന് വിശ്വസിച്ച് ഇതാരാണ്? ഭൂമിയിൽ ആരോ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇത് രണ്ടാമത്തെ വ്യക്തിയാണെന്ന് ആരോ നിങ്ങളെ പഠിപ്പിച്ച്, നിങ്ങളെ അങ്ങനെ പഠിപ്പിച്ച് ചതിച്ചു വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ 3 പേരെ ആക്കി വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തൃത്വം ഇതുവരെ പഠിച്ചില്ലേ എന്നാണ് പലരും ചോദിക്കുന്നത്. പക്ഷെ തൃത്വം ഇല്ലാത്ത കാര്യം ഞാൻ എന്തിനാ പഠിക്കുന്നത്? കാരണം തൃത്വം ആരോ നിങ്ങളെ പറഞ്ഞ് തെറ്റിച്ചതാണ്. തൃത്വം എന്ന ആ വാക്കെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞ് ആരോ പറ്റിച്ചതാണ്. അത് എന്റെ കുഴപ്പമല്ല, നിങ്ങളെ പഠിപ്പിച്ചവർ നിങ്ങളെ തെറ്റിച്ചതാണ്. അത് എന്റെ വിഷയമല്ല. ദൈവവചനം പറയുന്ന ദൈവം ഏകനാണെന്നും ഒരുവനാണെന്നും വളരെ വ്യക്തമായിട്ട് പറയുന്നു അല്ലേ. നമ്മള് റോമർക്കെഴുതിയ ലേഖനം 3:9 വായിക്കുന്നു, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാരെ അരുളി ചെയ്ത് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. അവൻ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി അല്ലെ. അവൻ മുഖാന്തരം എന്ന് പറയുമ്പോൾ എന്താണ്? ആ മനുഷ്യ വെളിപ്പാട്
ദൈവം തന്നെ ആയിരുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ആ ദൈവം മനുഷ്യനായി വെളിപ്പെട്ടു. ആ ഏകദൈവം അല്ലേ, നമ്മൾ കുറച്ചുമ്പേ വായിച്ചത് എന്താണ്? അവൻ ഏകാധിപതി അല്ലേ, വളരെ വ്യക്തമായിട്ട് പറയുന്ന അവൻ ധന്യനായ ഏകാധിപതിയാണ്. രണ്ട് ഏകാധിപതികൾ നമുക്കില്ല, രണ്ട് രാജാവില്ല, രണ്ട് കർത്താവില്ല. അത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അമർത്യതയുള്ളവൻ ഒരു അമർത്യതയുള്ളവനേ ഉള്ളൂ അല്ലേ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ഒരാളെ നമുക്കുള്ളൂ അല്ലേ. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു പൊരുളെന്ന് പറയുന്നത്. അതെ, ഇനി നമ്മൾ വായിച്ച ഒരു ഭാഗം കൂടി ഞാൻ വായിക്കുമ്പോൾ യെശയ്യാവിന്റെ പുസ്തകം 25:9 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ പറയുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ യേശു ക്രിസ്തു തന്നെ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ് യേശു ക്രിസ്തു എന്ന് അപ്പോസ്തലൻ പറഞ്ഞതിന്റെ, അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതിന്റെ പൊരുൾ ഇതായിരുന്നു. ഈ വചനങ്ങൾ എല്ലാവർക്കും അനുഗ്രഹപ്രദമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.